ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ പൗലോസ്ലീഹ ഫിലിപ്പി സഭയോട് നന്ദി പറയുകയാണ്. ഒരുപാട് സ്നേഹം, ഒരുപാട് സമ്പത്ത് നിങ്ങൾക്ക് എനിക്ക് തന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ തൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, എനിക്ക് ആവശ്യത്തിനും അധികം ലഭിച്ചു, എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു. പൗലോസ്ലീഹായ്ക്ക് ഇനി യാതൊന്നിൻ്റെ കുറവില്ല. തൻ്റെ പ്രേക്ഷിത യാത്രയുടെ മുഴുവൻ സമ്പത്ത് ക്രമീകരണങ്ങളും ഈ സഭ തന്നു. അതിന് നന്ദി പറയുക. എന്നിട്ട് മനസ്സിൽ കുറിക്കാൻ ഒരു നല്ല വചനം കൂടി സഭയ്ക്ക് സമ്മാനിക്കുകയാണ്. എനിക്കൊന്ന് ആ വചനം നമ്മൾ പലതവണ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഈ വചനം ഒന്നുകൂടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചു എന്ന് പറയുന്ന ഈ പൗലോസ്ലീഹ തൻ്റെ തികവിൽ നിന്ന് ഒരു വചനം ധ്യാനത്തിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് തരികയാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ദൈവം ഭിക്ഷക്കാരനല്ല, ഔദാര്യ ജീവിതമാണ്, മഹത്വത്തിൻ്റെ സമ്പന്നത. ദൈവം അത്രമാത്രം സമ്പന്നനാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, അല്പത്തിൽ നിന്നല്ല, വലിയ സമ്പത്തിൽ നിന്നാണ് നിങ്ങളിലൂടെ ഇതെല്ലാം എനിക്ക് തന്നത്. അപ്പോൾ എൻ്റെ ദൈവം അതിസമ്പന്നനാണ്. എൻ്റെ ജീവിതം പട്ടിണിക്കിടാൻ, എൻ്റെ ജീവിതം നിരാശയിലേക്ക് പോകാൻ സ്വർഗ്ഗത്തിൽ നല്ല അപ്പൻ സമ്മതിക്കില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാ. ദൈവം എന്നെ പരിപാലിക്കും, ദൈവം എന്നെ കാത്തു സംരക്ഷിക്കും. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ കോൺഫിഡൻസ് അതാ. തിരിഞ്ഞു നോക്കാൻ, സങ്കടപ്പെടാൻ യാതൊരു വകയുമില്ല. നീ ദൈവത്തിന് വേണ്ടിയാണോ ഇറങ്ങിയത്? നിന്റെ കയ്യിൽ യാതൊന്നുമില്ലയോ? ടെൻഷൻ വേണ്ട, ദൈവം നിന്നെ കാത്തു സംരക്ഷിച്ചോളും. ജീവിതമാണ് സാക്ഷ്യം, ജീവിതമാണ് സാക്ഷ്യം. പൊന്നു കർത്താവിന് നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കാമോ? പൊന്നു കർത്താവിന് ജീവിതം മുഴുവൻ നീ പരമേൽപ്പിക്കാമോ? നിന്നെ സമ്പന്നനാക്കാൻ, നിന്നെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും തികവുള്ളവനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. എനിക്കിനി യാതൊരു കുറവുമില്ല എന്ന് പൗലോസ്ലീഹ പറയുക. എന്തൊരു വലിയ കോൺഫിഡൻസാണ്. ജീവിത വഴികളിൽ വേണ്ടതെല്ലാം സ്വർഗം സമ്മാനിച്ചു എന്നർത്ഥം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി സഭയെ, നിങ്ങൾ ഇനി മനസ്സിൽ ഈ ഒരു കാര്യം കൊണ്ട് നടക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് നൽകും. മനസ്സ് നിറഞ്ഞ ഈ അനുഗ്രഹം, ഈ വചനം സ്വീകരിക്കാമോ? ആവർത്തിച്ചു പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ കിട്ടുന്നില്ലല്ലോ, തികയുന്നില്ലല്ലോ, എനിക്കൊന്നും ലഭിക്കുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള വലിയ പരാതിയും മനോഭാവവുമായിട്ടാണോ നീ ഇരിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ട് മാത്രം എനിക്കൊന്നും ലഭിക്കുന്നില്ല, ഞാൻ സമ്പത്തിൻ്റെ കടഭാരത്തിലാണ്, എൻ്റെ ഈ കടം മാറുന്നില്ല, എനിക്ക് ജീവിതം മെച്ചപ്പെടാൻ കഴിയുന്നില്ല, ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരുമ്പോൾ വീണു പോകുന്നു, രോഗം വരുന്നു, സമ്പത്ത് നിൽക്കുന്നില്ല, എല്ലാം ശേഖരിക്കുന്നുണ്ട്, പക്ഷേ ആരോ നഷ്ടപ്പെടുത്തി കളയുന്ന പോലെ, എടുത്തുകൊണ്ട് പറയുന്ന പോലെ ജീവിതം അങ്ങനെ വിഷമഘട്ടത്തിലാണോ? വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചോളുക. വചനം അഭിഷേകം നിറഞ്ഞതാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആമേൻ.